ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. നമ്മളെ ലോറിയിലാണുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു 8 ദിവസമായിട്ട് ലോറി ചെറിയ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് ഹാൾട്ട് ചെയ്യണം. അപ്പോൾ അത് കാരണം പിന്നെ ലോറിയിൽ പോയിക്കില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. കാരണം ഒരു വണ്ടി എടുത്ത് അത് റണ്ണിങ് ആയിട്ടില്ല. ഇപ്പോഴും ആ ഒരു പൊസിഷനിൽ തന്നെ എങ്ങനെയാണ് എടുത്തത് ആ ഒരു പൊസിഷനിലാണ് നിൽക്കുക. ആകെ ഒരു ഓട്ടമാണ് ഓടിയത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ബത്തേരിയിൽ നിന്ന് ഓടി ഗുണ്ടൽപേട്ട വന്ന് നിൽക്കുകയാണ്. 4 ദിവസമായിട്ട് ഞങ്ങൾ ബത്തേരി നിർത്തിയിട്ട് അവിടുന്ന് എന്താവും സ്ഥിതി എന്നൊക്കെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സർവീസ് സെൻ്ററിൽ നിന്ന് നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും, നാളെ വരും എന്ന് പറഞ്ഞിട്ട് നിൽക്കുക എന്നല്ലാണ്ട് കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ എന്താക്കി, ബാംഗ്ലൂർ ഒരാളെ ഏൽപ്പിച്ച് അവിടുന്ന് ഒരു സർവീസ് ചെയ്തു തരാമെന്ന് പറഞ്ഞ്. ഹാർഡ് ബ്ലൂ സംബന്ധമായിട്ടുള്ളൊരു പ്രശ്നമാണുള്ളത്. അപ്പോൾ ഹാർഡ് ബ്ലൂവിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ ഒരു മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഏകദേശം ഗുണ്ടൽപേട്ടെത്തിയപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയി, വണ്ടി റണ്ണിങ് ആവാതെയായി. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരാൾ വരാനുണ്ട്, 3 മണിയാവും ആൾ വരുമ്പോഴത്തേക്ക്. ആൾ വന്ന് സെൻസർ കണക്ട് ചെയ്ത് എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം 250 കിലോമീറ്റർ ഇനി ഞങ്ങൾക്ക് ഓടാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ബാംഗ്ലൂർ ടൗൺ എത്തുന്നതിന് മുമ്പ് മൈസൂർ റോട്ടിൽ വെച്ചിട്ട് അവിടുന്ന് അവരെ വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഹാർഡ് ബ്ലൂ സംബന്ധമായിട്ടുള്ള കേസുകളും സെൻസർ സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ദൂരം നിന്ന് ഓടിയിട്ടാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അപ്പോൾ അവരും പകുതി എത്തണം, ഞങ്ങളും പകുതി എത്തണം. അപ്പോൾ ആ ലെവലിലേക്കാണ് ഇവിടുന്ന് യാത്രയാവുന്നത്. അപ്പോൾ ഏകദേശം ഗുണ്ടൽപേട്ട ടൗണിൽ കുറച്ച് മാറിയിട്ട് ഇവിടെയാണുള്ളത്. വണ്ടിക്ക് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസർ സംബന്ധമായിട്ടുള്ള മിസ്റ്റേക്കാണ്. നമ്മളെ ഡ്രൈവറാണ് കേട്ടോ പോകുന്നത്, നിയാസ്ക ഗൂഡല്ലൂരുള്ള ആളാണ്. പിന്നെ മൂപ്പരും പറഞ്ഞ പോലെ തന്നെ പാവം നമ്മളെ കൂടെ കുടുങ്ങി, ഒരു രക്ഷയില്ലാതെയായിപ്പോയി. മൂപ്പര് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയാവും. കാരണം ഞങ്ങളെ അവസ്ഥ കണ്ട്, നമ്മളെ സിറ്റുവേഷൻ കണ്ടിട്ട് മൂപ്പര് നമ്മളെ കൂടെ നിൽക്കുന്നതാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരും, ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. പെട്ടെന്ന് ഒരു ഹാർഡ് ബ്ലൂ കംപ്ലയിൻറ്റ് വരും. ഇത് സെൻസർ സ്വാഭാവികമായിട്ടും വണ്ടികൾക്കുള്ളൊരു പ്രശ്നമാണ്. ഈ സെൻസർ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് വരിക എന്നുള്ളത് ഓൾറെഡി ഈ അശോക് ലൈലാൻ്റെ 6 വീല് മറ്റേ 12 വീല് വണ്ടികൾക്ക് മെയിനായിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. സെൻസർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി, ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ നമ്മളെ ബത്തേരി സർവീസ് സെൻ്ററിലുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, ഗുണ്ടൽപേട്ട ഉണ്ട്. മൂപ്പര് എവിടെയോ കുറച്ച് ദൂരം എവിടെയോ പോയതാണ്, സർവീസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മൂപ്പര് വന്നതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനും അതുപോലെ തന്നെ എവിടെയാണ് ശരിക്കുള്ള മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിക്കാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, വേണ്ട, ഇവിടെ ഒരു സെൻസറിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സെറ്റായാലാണ് ഇനിയിപ്പോൾ വണ്ടി റണ്ണിങ് ആവുള്ളൂ. ശരിക്കും ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്യൂ ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വണ്ടി മൂവ് ആവില്ല. അപ്പോൾ വണ്ടി ഓണായി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണുള്ളത്. പക്ഷെ ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതാണിപ്പോൾ ഓൾറെഡി ഇതിൽ കാണിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പക്ഷെ ഇത് ഒരു കാരണവശാലും ചെയ്യാനോ കഴിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ എത്തിക്കായിരുന്നു. ഇനിയിപ്പോൾ അത് സർവീസ് ചെയ്ത് റെഡിയാക്കി അത് കംപ്ലൈൻ്റ് എല്ലാം എന്താണ് സ്ഥിതി നോക്കിയതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ. പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, കാരണം അടമടക്കാനുള്ള ഡേറ്റായി. ഇടി തട്ടിയോണ്ട് തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് നല്ലൊരു കാക്കാനാണ് കിട്ടിയിട്ടുള്ളത്. മൂപ്പര് നമുക്ക് അത്രയും സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഓരോ കോൺടാക്ട്സും കാര്യങ്ങളും അരിച്ച് പെറുക്കി കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യാനുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ എനിക്കിപ്പോൾ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി ഓടിക്കാനോ വിടാനോ കാര്യങ്ങൾക്കൊന്നും എനിക്കും പറ്റൂല. മൂപ്പര് തന്നെ ഡ്രൈവ് ചെയ്യുക, മൂപ്പര് തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും മൂപ്പരാണ് ചെയ്തു തരുന്നത്. ഗുഡല്ലൂരാണ് മൂപ്പര വീട്. പിന്നെ ഫാമിലിപരമായിട്ടും ഗുഡല്ലൂർ തന്നെ ആയിരുന്നു. ഫാദറും ഉമ്മയൊക്കെ ഇപ്പോൾ ബത്തേരി താമസമാണെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇനി മുതലൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇനിയിപ്പോൾ റണ്ണിങ്ങിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ പോയിട്ട് അവിടുന്ന് മെറ്റീരിയൽ എടുക്കുന്ന കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മിന്നും മോനും വീട്ടിലാണ്, രണ്ടാളും. ഞാൻ ഇതൊന്ന് സ്റ്റാൻഡ് ആവുന്നവരെ, വണ്ടിൻ്റെ കാര്യങ്ങളൊന്ന് റെഡി ആവുന്നവരെ ഒരവിടെ പോയി നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കൊണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റായി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടി റെഡി ആയതിനു ശേഷം വേണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ.
അതറിയാലോ, നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇടക്കാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം കൊണ്ട് ചെയ്തത്. ഇനിയിപ്പോൾ അത് മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോവുക, എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാനുള്ളത്. പിന്നെ പഴയ വണ്ടിയാണ്, 5 വർഷം പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വണ്ടിക്കുണ്ട്. ഇപ്പോൾ നമ്മളായാലും ചെറിയൊരു തുമ്പലോ ചീറ്റലോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതായാലും പ്രശ്നം തന്നെയാണല്ലോ. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ട്. ബാക്കിയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി. ഇതിപ്പോൾ ഈ ഹാർഡ് ബ്ലൂവിൻ്റെ കേസും കൂടി ഒന്ന് ക്ലിയർ ആയി കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് വണ്ടി റണ്ണിങ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിപ്പോൾ വരാം, നമുക്ക് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ റെഡിയാക്കാൻ, പേടിക്കേണ്ട, ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. കാര്യങ്ങളൊക്കെ ഒന്ന് ടീക്കായിട്ട് ഇങ്ങനെ നടക്കട്ടെ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക്. ബുദ്ധിമുട്ടാണിപ്പോൾ, ഇൻഷാ അല്ലാഹ് ശരിയാവും അല്ലേ, എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാം നീങ്ങുന്നത്. എല്ലാം ഒന്ന് ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.